കറക്റ്റ് ഭക്ഷണം കഴിക്കേണ്ട സമയം എഴുന്നേറ്റ് വന്നല്ലോ. പിന്നെ വീട്ടിലെ ശീലമൊന്നും ഇവിടെ പറ്റില്ല. ആ മുടി ഒന്ന് കെട്ടി വെച്ചേ, എന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഒരാൾക്കായിട്ട് ചായ എനിക്ക് വയറുവേദന ആയതുകൊണ്ടാ. എന്നിട്ടാണ് ഇവിടെ നിൽക്കണേ. അവിടെ എങ്ങനെ പോയി ഇരിക്കും പെണ്ണെ? അതെങ്ങനെയാ പറഞ്ഞു കൊടുക്കാൻ തള്ള വേണ്ടേ? ഇവക്ക് മാത്രം എന്താ മാസത്തിൽ 2 പ്രാവശ്യം? അടുക്കളക്കാരാണിരിക്കാനുള്ള സൂത്രമായിരിക്കും, അല്ലാണ്ട് എന്താ? എനിക്ക് അമ്മയുടെ സ്വഭാവം അറിയാന്നല്ലേ, കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യ്. നീ വിളിച്ചോണ്ട് വരുമ്പോ വലിയ ഡയലോഗ് ആയിരുന്നല്ലോ, എന്ത് പ്രശ്നം വന്നാലും ഒരുമിച്ച് ഫേസ് ചെയ്യാന്നൊക്കെ. ഇത് ഞാനിപ്പോ ഒറ്റയ്ക്ക്. എടി ഞാൻ ഇവിടെ അതിലും വലിയ പ്രശ്നങ്ങളില്ല. അല്ല നീ പറയുന്നിടത്തും ഞാൻ നിന്നെ നിർബന്ധിച്ചുകൊണ്ട് കൊണ്ടുവന്നു. അഖിലെ, എന്നെ കൊണ്ട് പറ്റില്ല. പറ്റൂലേ, കളഞ്ഞിട്ട് പോടി. എടി പെണ്ണെ, ഇവിടെ നീ ഭക്ഷണം കഴിക്ക. ആ മുഴുവനും കൂടി എടുത്ത ബാക്കിയുള്ളവർക്ക് കഴിക്കണ്ടേ? ഫോണിൽ ആരായിരുന്നു? അവനെ എന്നെ കൂടി തെറ്റിക്കാനാണ് ഉദ്ദേശം. അമ്മ, ഞാൻ കൊറേ ക്ഷമിക്കുന്നു. നീ എന്തായാലും പറഞ്ഞ അങ്ങനെ കേട്ടിരുന്നു വരില്ല. ആഹാ, നിനക്ക് നാക്കണ്ട. നീ എന്ത് ചെയ്യൂടി? പറ്റില്ല, ഇറങ്ങി പോടി. ഹലോ, എന്താണ് വിളിച്ചത്? നമ്മളെ വേണ്ടെന്ന് വെച്ചാൽ അവൻ്റെ കൂടെ പോയതല്ലേ? എന്നിട്ടിപ്പം എന്ത് പറ്റി? അവൻ നിന്റെ ഇട്ടിട്ട് പോയ സോറി അച്ഛാ, എന്നെ കൊണ്ട് ഇവിടെ പറ്റണില്ല അച്ഛാ. മോളെ, ഒരു നിമിഷം പോലും അന്ന് അവിടെ നിൽക്കണ്ട. എൻ്റെ വേണ്ട സാധനങ്ങൾക്ക് എടുത്തുകൊണ്ടേ ഇനി പോരും. അച്ഛനുണ്ട് ഇവിടെ. ഇന്ന് പൊന്നുപോലെ നോക്കിക്കോളാം. എല്ലാം ഓക്കെയാണ്. അമ്മായിമ്മ പോര് ശ്രദ്ധിക്കുക. എല്ലാ കെട്ടിക്കൊണ്ടിന പെൺമക്കളോട് അമ്മമാരൊന്നും അങ്ങനെ ചെയ്യാതിരിക്കുക. കെട്ടിക്കൊടുത്തിട്ട് നോക്കാൻ താക്കത്തില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തിനാ ബ്രോജ കുട്ടീനെ കെട്ടിയിട്ട് അതിന്റെ ജീവൻ നശിപ്പിക്കണത്? എന്തുകൊണ്ട്? എന്തിന്? ഈ അമ്മച്ചിയുടെ അഭിനയം കാണുമ്പോ എന്തിനാ ദേഷ്യം കേറുന്നുണ്ട്, വേറൊന്നും പറയാൻ പറ്റൂല. ഇങ്ങനെ ലാസ്റ്റിലെ അച്ഛന്റെ ഡയലോഗ്, എന്റെ മോളെ അവിടെ നിക്കണ്ട, ഇറങ്ങിപ്പോരേന്ന് പറഞ്ഞിട്ട് ചേർത്ത് പിടിക്കാൻ അവിടെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജീവനോടെ ഇവിടെ പല ആൾക്കാരുണ്ടായനെ.